നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അതോടെ തന്നെ ചെൽസിയുടെ ട്രാൻസ്ഫർ ലീഗിന്റെ ആരംഭം. വി ആർ ബാക്ക് ഇൻ ദ ട്രാൻസ്ഫർ ലീഗിൽ. നമ്മൾ ട്രാൻസ്ഫർ ന്യൂസ് ആണ് നമുക്കാണ് സന്തോഷകരമായിട്ടുള്ള വരുന്ന ഒരു കാര്യം. അവിടേക്കാണ് നമുക്കാണ് ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ളത്. വളരെ എക്സൈറ്റഡ് ആവേണ്ട ഈ ഒരു ട്രാൻസ്ഫർ ലീഗിൽ, കാരണം മിക്ക പൊസിഷൻസ് ഫിൽഡ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം ടച്ച് ബേസ് ചെയ്യാണ്. എല്ലാവർക്കും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ വർഷവും നമ്മൾ പറയുന്ന പോലെ ഈ വർഷം അടിച്ചുകൂടട്ടെ, നന്നാവട്ടെ എന്നുള്ളത്. എന്താവും എങ്ങനെയാവും എന്നുള്ളത് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് ചോദിക്കും, ഞാൻ തന്നെ പറയാം, ഇറ്റ്സ് ബീൻ an unpredictable 2023. ചെൽസി എനിക്ക് തോന്നുന്നു എന്റെ ജീവിതവും ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ ജീവിതം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പോകുന്ന ടർബുലന്റ് ടൈംസ് കൂടെ ഞാൻ ഇവിടെ പോയി കടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നല്ലോണം പെർഫോം ചെയ്യണമെന്ന് തോന്നുന്നു, എനിക്കൊരു ഉയരത്തിലേക്ക് അങ്ങനെ മുന്നോട്ട് കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാ വർഷവും തുടങ്ങുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എല്ലാവരും എടുത്തു വിചാരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം അറിയാൻ അതൊക്കെ ഒരു വെറുതെ നമ്മുടെ സൈക്കോളജിക്കൽ ട്രിക്സ് ആണെന്നുള്ളത്. എനിവേ, ട്രാൻസ്ഫർ ന്യൂസ്, ട്രാൻസ്ഫർ വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനല്ല. ആൻഡ് ദാറ്റ്സ് സർപ്രൈസിങ്. കാരണം ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ സാധാരണ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടോ ട്രാൻസ്ഫർ ലീഗിൽ. ഐ തിങ്ക് സ്ട്രൈക്കർ അനിവാര്യം തന്നെ. ഒരു സ്ട്രൈക്കറിലേക്കുള്ള മേൽനോട്ടം ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഐവൻ ടൂണിന്റെ പുറകിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കുറഞ്ഞു വരുന്നിരിക്കുന്നു. ആർസണൽ ആയിരിക്കണം മിക്കവാറും ഐവൻ ടൂണിനെ പൊക്കേണ്ടത്. പക്ഷെ 100 മില്യൺ ആണ് ചോദിക്കപ്പെടുന്നത്. സർപ്രൈസ് അല്ല, ഇങ്ങനെ വരുന്ന ഒരു പ്ലെയറിനെ 100 മില്യൺ ചോദിക്കുന്നതിൽ യാതൊരു സർപ്രൈസും ഇല്ല. പക്ഷേ ഹീസ് നോട്ട്, കുറെ നാളായി കളിച്ചിട്ട് ഫിറ്റ്നസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ക്ലബ്ബ് 100 മില്യൺ ചെലവഴിച്ച് ഇങ്ങനെ ഒരു പ്ലെയറിനെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ചെൽസി അതുകൊണ്ട് ഈ ഒരു പ്ലെയറിനെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പോരാത്തതിന് പോച്ചറ്റിനോന്റെ ഇൻപുട്ട്. ഡസ് യു റിയലി നീഡ് എ സ്ട്രൈക്കർ ഓർ എൻകുങ്കുൻ കുഡ് ബി എ സൊല്യൂഷൻ ടു ഇറ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ബട്ട് ഫെബ്രിസിയോ റൊമാനോ പറയുന്നത് പോലെ ഇറ്റ്സ് ഔട്ട് ഗോയിങ്സ് വി ആർ ലുക്കിംഗ് ഫോർ. ട്രെവോ ചാലബ ഇസ് ഡെഫിനറ്റ്ലി ഔട്ട്, യാതൊരു സംശയമില്ല. ഹി ഈസ് ലുക്കിംഗ് ടു മൂവ് ഔട്ട്. ഇഞ്ചുറി കൺസേൺ ആണ്. ഇപ്പൊ പതുക്കെ ടീമിലേക്ക് തിരിച്ചു വരുന്നു. ഇയാൻ മാറ്റസൺ മിക്കവാറും പോകാനായിട്ടുള്ള ഒരു സാധ്യത ഏറെക്കുറയാണ്. ഗെയിം ടൈം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. ലെസ്ലി ഓഗോചുക്കു മേ ബി ഗോയിങ് ഓൺ എ ലോൺ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് സ്ക്വാഡ് തിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്കമിട്ട നമ്പേഴ്സിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് പേര് പോയി. മാറ്റോസും ഉണ്ട്, കാസ്റ്റൽഡീനും ഉണ്ട്, ലൂയിസ് ഹോള് പോയി, കെപ്പർ സവാലാഗ ലോണിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ പ്ലേയേഴ്സ് ഒരുപാട് ലോണിലുണ്ട്. ഇപ്പൊ മലങ്സാർ ഇപ്പോഴും ഉണ്ട് ചെൽസിയിൽ. പിന്നെ ഉള്ളത് നമ്മുടെ ഒബാമെഹങ് ഇപ്പോഴും നമ്മുടെ പ്ലെയർ തന്നെയാണ്. ഹക്കീം സിയച്ചു ഇപ്പൊ നമ്മുടെ പ്ലെയർ തന്നെയാണ്. അപ്പൊ ഇപ്പോഴും നമ്മുടെ പ്ലെയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരും പെർമനന്റ് ആയിട്ട് പോകണം. പക്ഷെ അത് ഈ വിൻഡോയിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. പ്ലസ് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കോണർ ഗാലഹർ. ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഞാൻ ഒരു ന്യൂസും ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് കമ്മിങ് ഫ്രം ഡേവിഡ് ഓൺസ്റ്റീൻ അല്ലെങ്കിൽ ഫെബ്രിസിയോ റൊമാനോ, മാറ്റ് ലോ ടു ആൻ എക്സ്റ്റെൻഡ് ആൻഡ് പ്രോബബ്ലി നിസാർ കൻസെല. പക്ഷെ എന്നാലും ഐ തിങ്ക് ഡേവിഡ് ഓൺസ്റ്റീൻ ആൻഡ് ഫെബ്രിസിയോ റൊമാനോ. റെസ്റ്റ് ഓഫ് ദ ന്യൂസ് ഫോർ മീ ആർ ഫ്രേക്ക്. എല്ലാം എന്താ പറയുക, മീഡിയ ഡ്രിവൺ ആണ്. ടോട്ടനവും ചെൽസിയും നമ്മൾ എഗ്രിമെന്റ് വന്നു അത്ര 40 മില്യണിന് വേണ്ടിയിട്ട് കോണർ ഗാലർ. ഇത് എപ്പോഴെന്നൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയെടുക്കണേ എന്നുള്ളത് നമുക്ക് കണ്ടതിലൂടെ. കോണർ ഗാലർ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം. ചെൽസി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഈ സംഭവം. സോ അങ്ങനത്തേക്ക് ഈ പറയുന്ന ന്യൂസുകളിലേക്കൊന്നും ഒരുപാട് വിശ്വസിക്കാണ്ടിരിക്കാനാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ചെൽസി ബോർഡ് അത്രയ്ക്ക് മണ്ടന്മാരാണെങ്കിൽ മാത്രമേ നമ്മൾ ജാനുവരിയിൽ വിൽക്കുള്ളൂ. വിൽക്കുകയാണെങ്കിൽ മുഴുവൻ മണ്ടന്മാരാണ് ചെൽസി ബോർഡ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ വിശ്വസിക്കാം. അതാവില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലിരിക്കുന്നു. പോച്ചറ്റിനെ അങ്ങനെ വെറുപ്പിക്കാനായിട്ട് ഈ മണ്ടന്മാര് ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. മണ്ടന്മാര് തന്നെ പറയാനുള്ളൂ, വേറെ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഗോണ ഹാപ്പൻ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയാണ്. ബട്ട് ഐ ബി വെരി വെരി സർപ്രൈസ്ഡ്. ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് തോമസ് ടൂക്കിൽ സാക്കാവില്ല എന്ന് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാക്കായത്. അപ്പൊ അതുകൊണ്ട് എന്തും സംഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ആൻഡ്രേ സാന്റോസ് തിരിച്ചു വരുന്നുണ്ട് ജാനുവരിയിൽ. നമ്മൾ മിക്കവാറും നോട്ടിംഗം ഫോറസ്റ്റിൽ നിന്ന് ലോൺ തിരിച്ചു വരും. കുറച്ച് തിൻലി സ്ട്രെസ്ഡ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, പ്രത്യേകിച്ച് ഒരു ലോൺ ഡിയം. ആൻഡ്രോ സാന്റോസ് ക്യാൻ പ്ലേ ഇൻ ടു ദാറ്റ് റോൾ. ആൽഫി ഗിൽക്രിസ്റ്റിന് ഒരു ഡെബ്യൂ കൊടുത്തതിന് ശേഷം ആൻഡ്രോ സാന്റോസിനും ഒരു കൈ കൊടുക്കാണ്ടിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ആൻഡ്രേ സാന്റോസ് സ്ക്വാഡിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മിഡ്ഫീൽഡ് നമ്മളൊന്ന് അപ്ഗ്രേഡഡ് ആവാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഫ്രണ്ട് ഫുട്ട് അറ്റാക്കിംഗ് സെന്റർ ബാക്കും പറയുന്ന പോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ആയിരിക്കണം പോച്ചറ്റിന്റെ മനസ്സിലുണ്ടാവുന്ന 2 പ്ലേയേഴ്സ്. പിന്നെ മേ ബി ഒരു ലെഫ്റ്റ് ബാക്ക്. പക്ഷെ ലെഫ്റ്റ് ബാക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോവോ? കാരണം ബെഞ്ചിൽ ഇപ്പൊ തിരിച്ച് ടീമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ലോട്ട് ഓഫ് ഇഫ്സ് ആൻഡ് ബട്ട്സ്. നമ്മൾ സെയിൽസ് നടക്കാണ്ട് നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. കോൺട്രാ ഗാലറിന്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു ഫ്രണ്ട് ഫുട്ട് ആയിട്ട്, അതായത് ഒരു അഗ്രസീവ് ആയിട്ട്
എന്താ പറയുക, പാസീവ് അല്ല, അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യാനും ചാലഞ്ച് ചെയ്യാനും പറ്റിയ ഒരു സെന്റർ ബാക്ക്, സംബഡി ലൈക്ക് ഫൊഫാന. അപ്പൊ വെസ്ലി ഫൊഫാനയുടെ ഇഞ്ചുറി കാരണം നമുക്ക് വല്ലാണ്ട് ബാധിച്ചു. ദിസാസി അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല, ബാദിയഷലും സിൽവ, ഇവർ ഓരോ അങ്ങനത്തെ പ്ലെയർ, ഇവരൊക്കെ പാസീവ് ഡിഫൻഡേഴ്സ് ആണ്. അതായത് ഗെയിം റീഡ് ചെയ്യുന്നത് ഒരു പേസി ആയിട്ട്. നമ്മുടെ ഡിഫൻഡേഴ്സ് ആരും പേസി അല്ല. അപ്പൊ നമുക്കൊരു പേസി ആയിട്ട് മേ ബി ഒരു റൈറ്റ് ഫുട്ടഡ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് എന്തായാലും, കാരണം സിൽവ ക്യാൻ പ്ലേ ഇൻ ഐദർ പൊസിഷൻ. സിൽവയ്ക്ക് ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ഒരു പേസി ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഒരു 6'2", 6'3" ലീൻ ആൻഡ് സ്ട്രോങ് ഒരു സെന്റർ ബാക്ക് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ അഗ്രസീവ് ആയിട്ട്. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ മിഡ്ഫീൽഡർ കൈസൈഡ് ഒരു ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാലഞ്ച് ചെയ്യാൻ പോകണം. നമ്മുടെ ഒരു പ്ലെയറും ചാലഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു ഗച്ചില്ല. മേ ബി ആൽഫി ഗിൽക്രിസ്റ്റ് ഇസ് ദാറ്റ് സൊല്യൂഷൻ. ബട്ട് ഒരു 18 വയസ്സ് പയ്യന്റെ മേലിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ വരട്ടെ, അവനൊന്ന് വളർന്നു വരട്ടെ എന്നുള്ളതേ പറയാനുള്ളൂ. സോ ഒരു അഗൈൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ 20-21 വയസ്സല്ല, ഒരു 24-25 വയസ്സായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സെന്റർ ബാക്കിനെ, ഒരു ടോപ്പ് ലീഗിൽ കളിച്ച് പരിചയമുള്ള ഒരു ടോപ്പ് ടീമിൽ കളിച്ച് പരിചയമുള്ള ഒരു സെന്റർ ബാക്കിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തീസ് ഡിലിറ്റ് കുഡ് ബി ആൻ ഓപ്ഷൻ, വി ഡോണ്ട് നോ. ബട്ട് അങ്ങനത്തെ പേരുകൾ വരുന്നു. സോ ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ല ഈ ഒരു ജാനുവരി ട്രാൻസ്ഫറിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഔട്ട് ഗോയിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഔട്ട് ഗോയിങ്സ് അല്ലാണ്ട് നമ്മൾ ചുമ്മാ ചറപറ ഇൻകമിങ്സ് മേടിക്കൂല. ആൻഡ് പോച്ചറ്റീനോന്റെ ഇൻപുട്ടും കൂടെ ബോർഡ് അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് പോച്ചറ്റീനോയുടെ അടുത്ത് ഇവർ സംസാരിക്കാൻ ഇവരൊന്നും ചെയ്യൊന്നുമില്ല. പോച്ചറ്റീനോയുടെ ഇൻപുട്ട് സ്വാഭാവികമായിട്ട് പേര് സ്വീകരിക്കും എന്നുള്ളത് വളരെ ഉറപ്പ് തന്നെയാണ്. ഔട്ട് ഗോയിങ്സിലേക്ക് നമുക്ക് കണ്ടുവയ്ക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഐ വിൽ കീപ് ഓൺ പോസ്റ്റിംഗ് ഓൺ എ റെഗുലർ basis. Do let me know guys your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.